ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ഡ്രസ്സിനും ഒരുപോലെ ചേരുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആയിട്ടാണ്. അപ്പോൾ ഈ എംബ്രോയ്ഡറി ഡിസൈന് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ അതും അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈനിൽ മെയിനായിട്ട് 2 സ്റ്റിച്ചാണ് വരുന്നത്. ഒന്ന് ഫെദർ സ്റ്റിച്ച്, അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലീഫ് സ്റ്റിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രാഞ്ചസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ലൈനിൽ നിന്ന് നമ്മൾ നേരെ നീഡിൽ കുത്തിയെടുത്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നീഡിലെടുത്തിട്ട് നേരെ 4ാമത് കാണുന്ന ലൈനിൽ ഈ 4ാമത് കാണുന്ന ഈ ലൈനിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് താഴേക്ക് കൊടുക്കുക. മുഴുവനായിട്ട് കൊടുക്കാതെ അവിടെ നിന്ന് നേരെ 3ാമത്തെ ലൈനിലേക്ക് ഒന്ന് കുത്തിയെടുക്കുക. അപ്പോൾ മറ്റേ കൈ കൊണ്ട് ആ ഒരു നൂല് നേരെ ഈ നീഡിൻ്റെ താഴ്ഭാഗത്തേക്കാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ലെവൽ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇങ്ങനെ കുത്തിയെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ചിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റായി. ഇനി നമ്മൾ ഇപ്പുറ സൈഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ആ ഫസ്റ്റത്തെ ലൈനിൽ കുത്തിയെടുത്തിട്ട് 2ാമത്തെ ലൈനിലേക്ക് എടുക്കാം. ബാക്കിയുള്ള നൂല് എപ്പോഴും ആ ഒരു നീഡിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരണം. കണ്ടോ, ഇപ്പോൾ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റായി. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇവിടെ നോക്കുക. അപ്പോൾ ലാസ്റ്റത്തെ ലൈനിൽ നിന്ന് അതിൻ്റെ 2ാമത്തേൻ്റെ ലാസ്റ്റത്തിൻ്റെ നടുക്ക് ഒരു സ്റ്റിച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒരുപാട് വലിച്ചു വിടരുത്, ജസ്റ്റ് ഒന്ന് വലിക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലൊരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റായി. ഇങ്ങനെയാണ് നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്റ്റിച്ച് നമുക്ക് നമ്മളുടെ ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ വരച്ചു കൊടുക്കണം. കറക്റ്റ് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പറിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് നമുക്ക് മെറ്റീരിയലിലേക്ക് പകർത്തണം. അതിന് വേണ്ടിയിട്ട് ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യാം. ട്രേസിങ് പേപ്പർ എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പ് തുണിയിലേക്ക് പകർത്തി കൊടുക്കാം. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മേലെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ ലീഫും വരച്ചു കൊടുക്കാം. ഒരുപാട് കട്ടി കൂട്ടി വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഔട്ട്ലൈൻ കിട്ടിയാൽ മതി. അങ്ങനെ എല്ലാ ഡിസൈനും നമുക്ക് ഈ തുണിയിലേക്ക് പകർത്തി കൊടുക്കണം. ലീഫിൻ്റെ ഔട്ട്ലൈനൊക്കെ ഞാൻ തുണിയിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അതായത് ഈ ലീഫിനൊക്കെ ഒരു ബ്രാഞ്ചസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് ഓരോ ലീഫും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ത്രെഡാണ്. നമ്മൾ ക്രോഷറ്റ് ത്രെഡാണ് പറയുന്നത്. ഇത് കുട്ടികളുടെ സ്വെറ്ററൊക്കെ തുന്നാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും ഈ ഒരു ത്രെഡ്. ഇനി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിതിൽ ആദ്യം ഫെദർ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 സ്ട്രാൻഡായിട്ടാണ് എടുത്തത്. അതിൻ്റെ ഒരു വശം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ.
അപ്പോൾ 2 സ്ട്രാൻഡ് മതിയാകും. ഒരുപാട് എടുത്താൽ ചിലപ്പോൾ നല്ല കട്ടി കൂടി വരും. അപ്പോൾ 2 സ്ട്രാൻഡ് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു ഫെദർ സ്റ്റിച്ചിന് നമ്മൾ മേലേന്ന് താഴേക്കാണ് എപ്പോഴും ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മേലേന്ന് താഴേക്ക് വരുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കുത്തി മേലേക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി താഴേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ആ സ്റ്റിച്ച് നേരെ അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നൂല് കെട്ട് ആവാതിരിക്കാൻ വേണ്ടി മറ്റേ ഒരു വിരൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നൂലിന് നീളം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കെട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും കുത്തിയെടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് വലിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു നൂല് എപ്പോഴും താഴേക്ക് നമ്മുടെ ഈ നീഡലിൻ്റെ താഴേക്ക് വരുന്ന രൂപത്തിൽ ആയിരിക്കണം. ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. ഒരുപാട് ശക്തിയിൽ വലിക്കരുത് നൂല്. വലിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ പോകും. ചെയ്തു. ഇനി ഈ ഒരു സ്റ്റിച്ച് നമുക്ക് സൈഡിലേക്ക്, അതായത് ഒരു ബ്രാഞ്ച് പോലെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നതിന് പകരം സൈഡിലേക്ക് ഇങ്ങനെ ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. മറ്റേത് നമ്മൾ അങ്ങനെ ഇടതും വലതുമായിട്ട് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അതിന് പകരം ഇത് ഒന്ന് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് എവിടേക്കാണോ വേണ്ടത് അങ്ങോട്ടൊക്കെ ഇതേപോലെ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് ഇതിൻ്റെ തുന്നൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് അടിഭാഗത്ത് തുന്നൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ലോക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ തുന്നിയ അതേ നൂലിൽ തന്നെ ഒരു ലോക്ക്, അതായത് ഒരു കെട്ടിട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ഒരു സ്റ്റിച്ച് ലൂസായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ചേർത്തിട്ട് ഒരു തുന്നലും കൂടെ കൊടുത്ത് അതൊന്ന് ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് നല്ല ഉറപ്പായിട്ട് അവിടെ നിൽക്കും. ഇതുപോലെ ഒന്നോ രണ്ടോ, ഒന്നല്ല ഒരു 2 കെട്ടിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ അവിടെ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു സ്ട്രാൻഡാണ് എടുത്തത്. ഈ ഒരു ത്രെഡ് മൾട്ടി കളറാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഓരോ ലീഫും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യണം. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ലീഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലീഫിൻ്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുത്തിയെടുക്കണം. അവിടെ നിന്ന് നേരെ അതിൻ്റെ സെൻറ്ററിലോട്ട് വേറെ സ്റ്റിച്ച് കൊടുത്തിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ ഒരു നീഡിൽ അതിൻ്റെ ടോപ്പിൽ നിന്ന് കുത്തി മേലോട്ടെടുത്തിട്ട് അതിൻ്റെ നേരെ
താഴെ, അതായത് അധികം സെൻറ്റർ ആവേണ്ട, അത്യാവശ്യം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് താഴോട്ടെടുക്കാം. താഴോട്ടെടുത്തിട്ട് അത് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുക്കണം. ദാ ഇങ്ങനെ. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലെടുത്തില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരേ ലെവലിൽ തന്നെ വരണം. ഒരേ ലെവലിൽ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിന് താഴോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നേരെ മേലെ കുത്തിയെടുക്കാം. ഇനി ആ സ്റ്റിച്ച് വീണ്ടും നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, സെൻറ്റർ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ നോക്കണം, 3 സ്റ്റിച്ചും ഒരേ ലെവലിലാണ് വരേണ്ടത് താഴെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തിയെടുത്തിട്ട് മേലോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അത് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കണം. ഇനി നമ്മൾ നേരെ ഒരേ ലൈനിലല്ല കൊടുക്കുന്നത്, ആ സൈഡ് ലൈനിൻ്റെ നേരെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കൊടുക്കാം. തൊട്ട് താഴെ, ഒരുപാട് താഴെയാവരുത്, തൊട്ട് താഴെയായിട്ട് കൊടുത്ത് മേലോട്ട് കുത്തിയെടുത്ത് അതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്യണം. അതും നേരെ തൊട്ട് താഴെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ട് അതിന് നേരെ മേലെ കുത്തി വലിച്ച് എടുക്കുക. ഒന്നുകൂടെ പറയാം. ആ സ്റ്റിച്ച് നമ്മൾ നേരെ തൊട്ട് താഴെ, അതിന് നേരെ താഴോട്ട് വരും ഓരോ സ്റ്റിച്ചും. അതിന് താഴെ കൊടുക്കണം. വീണ്ടും ആ സ്റ്റിച്ച് അതിൻ്റെ താഴെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ലീഫ് ഫുള്ള് ഓരോന്ന് താഴെയായിട്ട് കൊടുത്തിട്ട് കൊണ്ടുവരണം. ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ലീവ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ലീഫിൽ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ലീഫും അതേപോലെ സ്റ്റിച്ചസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. കംപ്ലീറ്റഡ് ലുക്ക് ഇങ്ങനെയാണ്. എല്ലാ ഡ്രസ്സിലും മാച്ച് ആകുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിനു മുമ്പ് ഞാൻ വേറെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്